ദൈവമേ നന്ദി, ദൈവമേ ആരാധന. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 20-ാം അധ്യായം 1 മുതൽ 49 വരെയുള്ള വചനങ്ങളാണ് ഇതിലുള്ളത്. ഈ അധ്യായത്തെ രണ്ടായിട്ട് തിരിക്കുകയാണ്. 1 മുതൽ 25 വരെയുള്ളത് 1-ാം ഭാഗമാണ്. ആ ഭാഗമാണ് നമ്മൾ ഈ അവസരത്തിൽ വായിച്ചു കേൾക്കുന്നത്. ഇസ്രായേലിന്റെ അവിശ്വസ്തത. 7-ാം വർഷം 5-ാം മാസം 10-ാം ദിവസം ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ ചിലർ കർത്താവിന്റെ ഹിതം ആരായാൻ എന്റെ മുമ്പിൽ വന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട് പറയുക, ദൈവമായ കർത്താവ് അവരോട് അരുളി ചെയ്യുന്നു, എന്റെ ഹിതം ആരായാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? ഞാനാണേ എന്നിൽ നിന്ന് നിങ്ങൾക്കുത്തരം ലഭിക്കുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നീ അവരെ വിധിക്കുകയല്ലേ? മനുഷ്യപുത്ര, നീ അവരെ വിധിക്കുകയല്ലേ? അവരുടെ പിതാക്കന്മാരുടെ മ്ലേച്ഛതകൾ നീ അവരെ അറിയിക്കുക. നീ അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത ദിവസം യാക്കോബ് ഭവനത്തിലെ സന്തതിയോട് ശപഥം ചെയ്തു, നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് ശപഥം ചെയ്തുകൊണ്ട് ഈജിപ്തിൽ വെച്ച് ഞാൻ അവർക്ക് എന്നെ വെളിപ്പെടുത്തി. ഞാൻ അവർക്കായി കണ്ടുവച്ചതും തേനും പാലും ഒഴുകുന്നതും എല്ലാ ദേശങ്ങളെക്കാൾ ശ്രേഷ്ഠവുമായ ഒരു ദേശത്തേക്ക് അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോകുമെന്ന് അന്നു ഞാൻ ശപഥം ചെയ്തു. കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മ്ലേച്ഛ വസ്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും ദൂരെ എറിഞ്ഞു കളയണം. ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വഴി നിങ്ങളിൽ ആരും അശുദ്ധരാകരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എന്നാൽ അവർ എന്നെ ധിക്കരിച്ചു. അവർ എൻ്റെ വാക്ക് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ആരും തങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിച്ചിരുന്ന മ്ലേച്ഛ വസ്തുക്കൾ ദൂരെ എറിഞ്ഞില്ല. ഈജിപ്തിലെ വിഗ്രഹങ്ങളെ അവർ ഉപേക്ഷിച്ചില്ല. ഈജിപ്തിൽ വെച്ച് തന്നെ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്നും എൻ്റെ കോപം അവരിൽ പ്രയോഗിച്ച് തീർക്കണമെന്നും ഞാൻ ചിന്തിച്ചു. എങ്കിലും അവരുടെ ഇടയിൽ അവർ കഴിഞ്ഞുകൂടിയോ? അവരുടെ മധ്യത്തിൽ വെച്ച് ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞത് എന്നെ തന്നെ വെളിപ്പെടുത്തിയോ? ആ ജനതയുടെ മുമ്പിൽ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കാനായി ഞാൻ പ്രവർത്തിച്ചു. അതുകൊണ്ട് ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു മരുഭൂമിയിൽ എത്തിച്ചു. എൻ്റെ കൽപ്പനകൾ ഞാൻ അവർക്ക് നൽകുകയും എൻ്റെ പ്രമാണങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്തു. അവ അനുഷ്ഠിക്കുന്നവൻ ജീവിക്കും. തങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഞാനാണെന്ന് അവർ അറിയാൻ വേണ്ടി അവർക്കും എനിക്കുമിടയിൽ അടയാളമായി എൻ്റെ സാബത്തുകളും ഞാൻ അവർക്ക് നൽകി. എങ്കിലും ഇസ്രായേൽ ഭവനം മരുഭൂമിയിൽ വെച്ച് എന്നെ ധിക്കരിച്ചു. അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല. ജീവിക്കേണ്ടതിന് മനുഷ്യർ പാലിക്കേണ്ട എൻ്റെ പ്രമാണങ്ങൾ അവർ ഉപേക്ഷിച്ചു. എൻ്റെ സാബത്തുകൾ അവർ അശുദ്ധമാക്കി. അവരെ പൂർണ്ണമായി നശിപ്പിക്കാൻ വേണ്ടി മരുഭൂമിയിൽ വെച്ച് തന്നെ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്ന് ഞാൻ വീണ്ടും ചിന്തിച്ചു. എന്നാൽ ഞാൻ അവരെ പുറത്തു കൊണ്ടുവരുന്നത് കണ്ട ജനതകളുടെ ദൃഷ്ടിയിൽ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കാനായി ഞാൻ പ്രവർത്തിച്ചു. ഞാൻ അവർക്ക് നൽകിയിരുന്നതും തേനും പാലും ഒഴുകുന്നതും എല്ലാ ദേശങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ദേശത്ത് അവരെ പ്രവേശിപ്പിക്കുകയില്ലെന്ന് മരുഭൂമിയിൽ വെച്ച് ഞാൻ അവരോട് ശപഥം ചെയ്തു. എന്തെന്നാൽ അവർ എൻ്റെ പ്രമാണങ്ങൾ നിരാകരിച്ചു. അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല. എൻ്റെ സാബത്തുകൾ അവർ അശുദ്ധമാക്കി. അവരുടെ ഹൃദയം വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി. എന്നിട്ടും ഞാൻ അവരെ കരുണാപൂർവം വീക്ഷിച്ചു. ഞാൻ അവരെ നശിപ്പിക്കുകയോ മരുഭൂമിയിൽ വെച്ച് അവരെ നിശേഷം സംഹരിക്കുകയോ ചെയ്തില്ല. മരുഭൂമിയിൽ വെച്ച് അവരുടെ സന്തതികളോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുകയോ അവരുടെ പ്രമാണങ്ങൾ പാലിക്കുകയോ
അരുത്. അവർ പൂജിച്ച വിഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും എൻ്റെ പ്രമാണങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി നിങ്ങൾക്കും എനിക്കുമിടയിൽ ഒരു അടയാളമായി എൻ്റെ സാബത്തുകൾ നിങ്ങൾ വിശുദ്ധമായി ആചരിക്കുക. എന്നാൽ അവരുടെ മക്കളും എന്നെ ധിക്കരിച്ചു. അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല. ജീവിക്കേണ്ടതിനു മനുഷ്യൻ പാലിക്കേണ്ട എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നതിൽ അവർ ശ്രദ്ധ വച്ചില്ല. അവർ എൻ്റെ സാബത്തുകൾ അശുദ്ധമാക്കി. മരുഭൂമിയിൽ വെച്ച് തന്നെ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്നും അവരുടെ മേൽ എൻ്റെ കോപം പ്രയോഗിച്ച് തീർക്കണമെന്നും ഞാൻ വിചാരിച്ചു. എന്നിട്ടും കരമുയർത്തിയില്ല. ഞാൻ അവരെ പുറത്തു കൊണ്ടുവരുന്നത് കണ്ട ജനതകളുടെ ദൃഷ്ടിയിൽ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രവർത്തിച്ചു. അവരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചിതറിച്ചു കളയുമെന്നും മരുഭൂമിയിൽ വെച്ച് അവരോട് ഞാൻ ശപഥം ചെയ്തു. എന്തെന്നാൽ അവർ എൻ്റെ പ്രമാണങ്ങൾ പാലിച്ചില്ല. അവർ എൻ്റെ കൽപ്പനകൾ നിരാകരിക്കുകയും എൻ്റെ സാബത്തുകൾ അശുദ്ധമാക്കുകയും ചെയ്തു. അവർ തങ്ങളുടെ പിതാക്കന്മാർ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളിൽ കണ്ണു ഉറപ്പിച്ചിരുന്നു. തന്മൂലം ഞാൻ അവർക്ക് ദോഷകരമായ കൽപ്പനകളും ജീവൻ നേടാൻ ഉതകാത്ത പ്രമാണങ്ങളും നൽകി. നമുക്ക് പ്രാർത്ഥിക്കാം. എസെക്കിയേൽ പ്രവാചകനിലൂടെ മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ തിരിച്ചു കൊണ്ടുവരുന്ന സംഭവമാണല്ലോ എസെക്കിയേൽ പ്രവാചകൻ ഞങ്ങളോട് പറയുന്നത്. ഇസ്രായേൽ ജനത വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അവയിലേക്ക് അവരുടെ ശ്രദ്ധ പോവുകയും അവയെ ആരാധിക്കുകയും ചെയ്തത് വേദനയോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ ഓർക്കുന്നു. ഇന്നും ഈ കാലഘട്ടത്തിലും എസെക്കിയേൽ പ്രവാചകൻ അരുളി ചെയ്യുന്ന വാക്കുകൾ ഞങ്ങളുടെ സമൂഹങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. സത്യത്തിന്റെ നീതിയുടേതുമായ മാർഗങ്ങളിലൂടെ ഞങ്ങളെ കൊണ്ടുപോകണമേ. പാപത്തിന്റെ വഴികളിൽ നിന്ന് പൂർണ്ണമായി ഞങ്ങൾ മാറട്ടെ. മോശയ്ക്ക് നൽകിയ ആ കൽപ്പനകൾ 10 ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി ഞങ്ങളിലേക്ക് ചൊരിയണമേ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. ഏറ്റവും പ്രിയമുള്ളവരെ, എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.